മുസ്ലിങ്ങളോട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐക്യപ്പെടരുത്. മുസ്ലിങ്ങളെ പോലെ, മുസ്ലിങ്ങൾ ഇതര സംഘടനാ വിഭാഗങ്ങളാണെങ്കിലും ശരി, അവർ പരസ്പരം നല്ല രൂപത്തിൽ ഐക്യമുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ ഐക്യപ്പെടാൻ അവർ സമ്മതിക്കില്ല, ക്രിസ്ത്യാനികളെ ഐക്യപ്പെടാൻ അവർ സമ്മതിക്കില്ല. എല്ലാ കാലത്തും അവർക്കിടയിൽ തന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി അവർ ഓരോ സാഹചര്യത്തിലും ചില കഥാകൃത്തുകളെ, ചില സിനിമാ താരങ്ങളെ, ഇപ്പതാ വേടന്റെ രൂപത്തിൽ ഇങ്ങനെ ഐക്യപ്പെടാനുള്ള എല്ലാ മേഖലകളിലും ഇവർ ആപ്പ് വെച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാകാത്ത മലയാളികളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യും? ചെന്ന് കയറിക്കൊടുക്കും, അതിനകത്ത് വീഴും. ഇപ്പോ SDPIയുടെ നേതൃസ്ഥാനത്തേക്ക് ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്, ഒരുപാട് പേര്. മണിപ്പൂർ ഇവിടെ കത്തിച്ചു വിട്ടത് അതിനാ. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മില് അടുപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എല്ലാവർക്കും ഈ സംഗതി അങ്ങോട്ട് പിടികിട്ടത്തില്ല. പക്ഷെ പിടികിട്ടിയാലോ അവര് അത് പുറത്തു പറയത്തുമില്ല. അതാണ് സംഭവിക്കുന്നത്. ഒരുപാട് വസ്തുതകളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇപ്പൊ NIA പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യമുള്ള ഗ്രാമ നഗരങ്ങളുടെ പേര് വിവരങ്ങള് ജില്ലാ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടിരുന്നു. എത്ര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു എന്ന് ആലോചിച്ചു എനിക്ക്. ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ മേഖലകളും ആലോചിക്കണം. നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മൾ താമസിക്കുന്ന നഗരങ്ങൾ ഇതിനകത്തുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ഈ ഗ്രാമങ്ങളും ഈ പ്രദേശങ്ങളും ഈ ജില്ലകളും ഒക്കെ. സാമ്പത്തിക പിരിവിനു വരുന്ന സംഘടനകളുടെ ജെന്യൂനിറ്റി എന്താണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ പണം വാങ്ങി നമ്മളെ തന്നെ ആപ്പ് വെക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് എന്നാ പറയുന്നേ. ഒന്ന് കാസർഗോഡ് ജില്ല, കാസർഗോഡ് ടൗണ്, തൃക്കരിപ്പൂർ, ഹൊസങ്കടി, നായനാൻമാർ മൂല, കുണിയ, മേൽപ്പറമ്പ്, ആറങ്ങാടി. NIA ഡൽഹിയിൽ ഇരുന്നിട്ട് കണ്ടെത്തിയ തീവ്രവാദ ഭീകരന്മാരുടെ ക്യാമ്പുകളാണിതെല്ലാം. എത്രമാത്രം അവർ ഈ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നറിഞ്ഞാ മതി. ഇതൊന്ന് ചിന്തിച്ചാ മതി. വേടനൊക്കെ കാട്ടിൽ സാവകാശം പൊയ്ക്കോളൂന്നേ. അപ്പോ ഒന്ന് ആലോചിച്ചോണം. കണ്ണൂർ ജില്ല, ഈ കാസർഗോഡ് മനസ്സിലാക്കണം. ഈ തൃക്കരിപ്പൂർ, പടന്ന ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ISISിലേക്ക് പോയത്, മറക്കരുത്. ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ അധികം ആളുകളും യുവാക്കളും യുവതികളും ഈ ഭാഗത്ത് നിന്നായിരുന്നു. അതിനകത്ത് NIA നമ്മളോട് പറഞ്ഞ തൃക്കരിപ്പൂർ ഉണ്ട്, ഒന്ന് ഓർത്തു വെച്ചോ. കണ്ണൂർ ജില്ല, കണ്ണൂർ സിറ്റി, വളപട്ടണം, പാപ്പിനിശ്ശേരി, ഗേറ്റ്, ചാലാട്, പൂതപ്പാറ, താണ, മരക്കാർക്കണ്ടി, മുഴുപ്പിലങ്ങാട്, നാറാത്ത്, പഴയങ്ങാടി, ഇരിട്ടി, ശിവപുരം, മട്ടന്നൂർ, വിളക്കോട്, നീർവേലി. സവാദ് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയിട്ട് ആ മഴുവുമായി സവാദ് രക്ഷപ്പെട്ടത് എങ്ങോട്ടേക്കായിരുന്നു? മറക്കരുത് കേട്ടോ. കണ്ണൂര് 10 വർഷം ഒരു പോറല് പോലും ഏൽക്കാതെ സവാദിന് അവിടെ ഒളിച്ച് താമസിക്കാൻ പറ്റിയെങ്കിൽ കണ്ണൂർ ഏതുപോലത്തെ നാടാണ്? കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൊടും ഭീകരനായിട്ടുള്ള റാഷിദ് അബ്ദുള്ള ISISിലേക്ക് പോയത്. കോഴിക്കോട് ജില്ല, അഴിയൂർ, കൊടുവള്ളി, താമരശ്ശേരി, കാരന്തൂർ, പൂനൂർ, കരുവാമ്പൊയിൽ, നാദാപുരം, മേപ്പയൂർ. ഏറ്റവും കൂടുതൽ കരിപ്പൂർ, മറന്നിട്ടില്ലല്ലോ. ഗോൾഡുകൾ വന്നിറങ്ങുക. താത്താമാരുടെ ഉമ്മറത്തുനിന്ന് ഗോൾഡൊക്കെ വന്ന് വീഴുന്നതൊന്ന് കാണണം നിങ്ങൾ കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. താത്താമാരെ പിടിച്ച് എയർപോർട്ടുകളിൽ നിർത്തി അന്വേഷണ ഉദ്യോഗസ്ഥര്, കസ്റ്റംസ് ഉദ്യോഗസ്ഥര് അവരുടെ സകലതും പറിച്ചെടുത്ത് പരിശോധിക്കുമ്പോൾ താത്ത കുനിഞ്ഞു നിന്ന് ജെറ്റ് ഊരുമ്പോ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഉതിർന്ന് വീഴുക. എന്താ വീഴുന്നത്?
ഒന്നും പറയാനില്ല. ഒരു രാജ്യത്തെ മുഴുവനും തകർക്കാനുള്ള മയക്കുമരുന്ന് വന്നു വീഴുക. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്ന ജില്ല ഏതാ? എന്നാലും ഞങ്ങളുടെ മലപ്പുറത്തെ പറഞ്ഞ് കളിക്കരുത് കേട്ടോ. നോക്കുമ്പോൾ ഒരു ഗർഭിണിയാണ് സ്ത്രീ. അപ്പൊ വയറ് വീർത്തിരുന്ന് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യത്തില്ല. പിന്നെ തലയിൽ തട്ടം കൂടി ഇട്ട് പർദ്ദയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മതവികാരം വ്രണപ്പെട്ടു പോകും. തൊടാൻ പറ്റുമോ? എത്രമാത്രം ഇവരുടെ രീതികൾ, ഇവരുടെ ശൈലികൾ, ഇവരുടെ തീവ്രവാദങ്ങൾ വളർന്നിട്ടുണ്ട് എന്ന് ആലോചിക്കുക. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വല്ലതും വന്ന് തൊട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾ അടിക്കും. കാരണം അവരുടെ ശരീരം തൊടാൻ പാടില്ലല്ലോ. മലദ്വാർ ഗോൾഡ് നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നത്. രണ്ടാമത്തത്, ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കാം. ഇവരൊരു ഗർഭിണിയായിരുന്നു, കണ്ടോ നിങ്ങള്? ഷൂവിന്റെ വള്ളിയാണത്, നോക്കിക്കോ. മേക്കപ്പ് സെറ്റിനകത്ത് ഒരു ദിവസം കണ്ടല്ലോ എങ്ങനെയാണ് വികസിക്കാതിരിക്കുന്നത്. അതാണ്. ഒരു പർദ്ദയും ഇട്ട് വയറ്റിൽ എന്തെങ്കിലും ഒന്ന് വീർപ്പിച്ച് ഒരു ബലൂണും കൂടി വെച്ച് കെട്ടിയാൽ പറയാനുണ്ടോ സംഗതി? ഇതാണ് നമ്മുടെ വികസിച്ച കേരളത്തിന്റെ അവസ്ഥ. നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് ഇവരൊക്കെ കൃത്യമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ
ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇപ്പോഴും ഇടതന്റെയും വലതന്റെയും കയ്യിലായിരുന്നു ഈ നാടെങ്കിൽ ആ പെണ്ണിന്റെ ജെട്ടി വരെ പരിശോധിച്ചിട്ട് ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥ പാവം എത്ര കണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ഈ ബല പിടിച്ചതിന്റെ ഒക്കെ ജെട്ടികൾ വരെ പരിശോധിക്കേണ്ടത് അവസ്ഥ. പാവ ആ പെണ്ണ് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടുണ്ടാവും. മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ? എന്നും മെച്ചപ്പെടുമെന്നാ വിചാരിക്കുന്നത്? ഏതെങ്കിലും കേരളത്തിലെ ഒരു മാധ്യമത്തിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടോ? കാണില്ല. നമ്മുടെ വികസനമല്ലേ അത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റുമോ? തന്നെയുമല്ല, നമ്മുടെ കാക്കാക്കൂട്ടം പിണങ്ങത്തില്ലേ? നമ്മുടെ കാക്കാമാര് പിണങ്ങുമല്ലോ. അതുകൊണ്ട് മലദ്വാർ ഗോൾഡ് സംബന്ധമായതോ ഈ മതതീവ്രവാദികളെ സംബന്ധിക്കുന്ന വാർത്തയോ വരുമ്പോൾ നമുക്ക് ഒരു രൂപത്തിലും അവരോട് എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അവരെ എതിർക്കാനോ അവരുടെ മനസ്സിന് ഏതെങ്കിലും രൂപത്തിൽ വിഷമം തട്ടുന്ന രൂപത്തിലുള്ള വാർത്തകൾ കൊടുക്കാനോ പറ്റില്ല. ഇങ്ങനെ ഇവര് ഇടതനും വലതനും മാറി മാറി പ്രീണിപ്പിച്ച് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി ഏറ്റവും ഒടുവിൽ അവർ ഒരു ഇസ്ലാമിക രൂപത്തിൽ ഒരു ഹലാൽ മലബാർ സംസ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും അവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല. അനില, ഞാനിത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അനിലയല്ലേ ചോദിച്ചത് അത് വേണമെന്ന്? വീഡിയോയുടെ ലിങ്ക് ആരാ ചോദിച്ചത്? നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ആര് ചോദിച്ചല്ലോ? ആരായിരുന്നു? അനിലയല്ലേ? അനിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റെനി ഒന്ന് നോക്കിക്കേ. അനിലയല്ലേ ചോദിച്ചത്? അനില ഞാനേ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. അതിനകത്ത് ഇട്ട് തരാം. ആ വീഡിയോ തന്നെ ഇട്ട് തരാം. ലിങ്ക് മാത്രമായിട്ട് ആക്കണ്ട. മാക്സിമം ഇതങ്ങോട്ട് ഷെയർ ചെയ്യുക. കാരണം ഇവരെന്താണ് എന്ന് ആളുകൾ അറിയണം. ഇന്ന് വരെ ഇവരെ പിടിക്കുന്ന ആളുകൾ, കൊടുക്കുന്ന ആളുകൾ, ഇവരെ പറഞ്ഞു കൊടുത്തു വിടുന്നവർ, ഇവരെ പിക്ക് ചെയ്യാൻ വരുന്നവർ, ജാമ്യത്തിൽ വരുന്നവർ, ഇവരെ കുറിച്ചിട്ടൊന്നും യാതൊരു അഡ്രസ്സും ഇല്ല. ഇനിയും NIA നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടല്ലോ. കോഴിക്കോട് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ 3 സ്ഥലത്തുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 4 മലപ്പുറം. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ, പൂവൻചിന മലബാർ ഹൗസ്, അരീക്കോട്, കാവന്നൂർ, വണ്ടൂർ, നിലമ്പൂർ, ഇടക്കര, ചുങ്കത്തറ, തിരൂർ, ചങ്ങരംകുളം. ഇത് ചെറിയ ചില ഹോട്ട്സ്പോട്ടുകൾ മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ശരിയായ ഭീകരവാദമുള്ളത്, ശരിയായ തീവ്രവാദികൾ ഉള്ളത്. വയനാട് പനമരം, വെള്ളമുണ്ട, തരുവണ, കമ്പളക്കാട്, മാനന്തവാടി ടൗൺ, ഇനി തൃശ്ശൂര് ചാവക്കാട്, പുന്നയൂർക്കുളം, പട്ടിക്കര, പെരുമ്പിലാവ്, എരുമപ്പെട്ടി, പന്നിത്തടം, കേച്ചേരി, മുരിക്കുങ്ങൽ, കോടാലി, പാലപ്പിള്ളി. പാലക്കാട് പട്ടാമ്പി, പുതുനഗരം, നെന്മാറ, പുതുപ്പള്ളി തെരുവ്, പറക്കുന്നം, പത്തിരിപ്പാല, പഴയ ലക്കിടി, ന്യൂ കേരള ജംഗ്ഷൻ, മേപ്പറമ്പ്, ശംഖുവാരത്തോപ്പ്. 8 എറണാകുളം ജില്ലയിലെ പാനായിക്കുളം, കോതമംഗലം ടൗണ്, ഐരപ്പാറ, പല്ലാരിമംഗലം, അടിവാട്, മുറക്കാല, കലൂർ, കറുകപ്പള്ളി, ഏലിക്കര, ഉളിയന്നൂർ, എരമം, വെടിമറ, കളമശ്ശേരി. ഇതെന്താണെന്നറിയാമോ? ചെറിയ ചെറിയ പ്രദേശങ്ങളിലായി ഭീകരവാദ ഗ്രൂപ്പുകൾ വലുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഇടുക്കിയിലെ തൂക്കുപാലം, നെടുങ്കണ്ടം, പുഷ്പകണ്ഠം, വണ്ടിപ്പെരിയാറ്. കോട്ടയത്ത് ഈരാറ്റുപേട്ട, സംക്രാന്തി, മുണ്ടക്കയം, എരുമേലി, കാഞ്ഞിരപ്പള്ളി. കൊല്ലത്ത് കുളത്തുപുഴ, പത്തടി, പത്തനാപുരം, കണ്ണനല്ലൂര്, കുന്നിക്കോട്, കരുനാഗപ്പള്ളി, സിനിമാപ്പറമ്പിനകത്ത് ചിറ, മയ്യത്തുങ്കര, മൈനാഗപ്പള്ളി, ICS, ശൂരനാട് പള്ളി, ചന്ത, ഓച്ചിറ. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി, സക്കറിയ ബസാർ, ആലപ്പുഴ, വളഞ്ഞവഴി, വടുതല, ചന്തിരൂർ. പത്തനംതിട്ടയിലെ
കുലശേഖരപ്പേട്ട, തൈക്കാവ്, അടൂരിലെ പറക്കോട്, പന്തളത്ത് ചേരിക്കൽ വാർഡ്, കോന്നിയിൽ മങ്ങാരം വാർഡ്, കലഞ്ഞൂരിൽ പാടം, നാരങ്ങാനം, കാട്ടൂർ, പേട്ട, കോട്ടാങ്ങൽ, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, ആലങ്കോട്, കണിയാപുരം, വെമ്പായം, ഭീമാപള്ളി, പൂന്തുറ, വള്ളക്കടവ്, ഇഞ്ചക്കൽ, നേമം, ബാലരാമപുരം. നോക്കിക്കോണം. ഡൽഹിയിൽ ഇരുന്നിട്ട് ഡൽഹിയിലെ NIA കേന്ദ്രം കൃത്യമായ രൂപത്തിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളടക്കം മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെയുണ്ട് സംഗതി? അങ്ങനെ കൊച്ചിയിലെ NIA ബ്രാഞ്ചിന് അവര് വ്യക്തമായ രൂപത്തിൽ ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നാട്? എന്ത് പറയാനുണ്ട് ഇടതനും വലതനും ഇതിനെ സംബന്ധിച്ച്? ഒന്നും പറയാനില്ല. കാരണം അവര് വെട്ടിക്കൊടുത്ത വഴിയിലൂടെയാണ് ഇവരെ കയറി വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോടിക്കണക്കിന് പണത്തിന്റെ സ്വർണ്ണക്കടത്തല്ലേ നടന്നത്. കേരള മുഖ്യൻ തന്നെ അതൊരിക്കൽ പറഞ്ഞല്ലോ, പറഞ്ഞു വെട്ടിലായി. കാരണം സുഖിപ്പിക്കുന്ന നയങ്ങൾ മാത്രമേ പറയൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചത്. അബദ്ധത്തിൽ എങ്ങാനും എന്തെങ്കിലും ഒന്ന് വീണുപോയാലേ ഉള്ളൂ. അതില് ഭൂരിപക്ഷവും മുസ്ലിങ്ങളായതുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾക്കാണല്ലോ ഈ ഭീകരവാദവും തീവ്രവാദവും വേണ്ടത്. കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പോയാ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ടീം ഇവര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇവരെ കണ്ട ആളുകൾ ഭയപ്പെടുന്നത്. എല്ലാവരെ പോലെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശരി ജീവിച്ചോ, അവർക്ക് അവരുടെ മതം ശരി ജീവിച്ചോട്ടെ, വിട്ടുകൊട്, കുഴപ്പമുണ്ടോ? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവരല്ലേ മുൻപന്തിയിൽ. പിടിക്കപ്പെട്ട എല്ലാ ഭീകരവാദികളും തീവ്രവാദികളും പൊട്ടിത്തെറിച്ചവരും ഒക്കെ മുറിയന്മാരായിരുന്നില്ലേ? കോഴിക്കോട് എയർപോർട്ടിന്റെ പരിസരത്ത് സ്വർണം പൊട്ടിക്കൽ ടീമില് കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള യുവ സഖാക്കൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? മാധ്യമങ്ങളിൽ വന്ന വാർത്തകളല്ലേ ഇതെല്ലാം, അല്ലെ? സ്വപ്ന നിശബ്ദതയാകുന്നതിന് മുമ്പ് സ്വപ്ന പറഞ്ഞു എല്ലാ കാര്യങ്ങളും. സർക്കാരിന്റെ തലപ്പത്തിരുന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയവരെ കുറിച്ച് സ്വപ്ന പറഞ്ഞു, അല്ലേ? ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തി. 2020 ജയിലിലിരുന്ന് സ്വർണ്ണവേട്ടയ്ക്ക് കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകള്, സഖാക്കള് നടത്തിയ നീക്കങ്ങളൊക്കെ വാർത്തയായിരുന്നില്ലേ? ഏതാനും ദിവസങ്ങൾ മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണം തേടിയുള്ള അന്വേഷണത്തിന്റെ ഗുരുതരമായ കാര്യങ്ങളാണ് അതിനകത്ത് വെളിപ്പെടുത്തിയിരുന്നത്. പാർട്ടിയുടെ അധികാരവും തണലും ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തർക്കങ്ങളുടെ ഒത്തുതീർപ്പിന് പണം വാങ്ങുന്ന ഇടനിലക്കാരായിട്ടുള്ള ചില സഖാക്കൾ മാറിയിരിക്കുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖകളിലാണ് ഇതൊക്കെ ഉള്ളത്. ഞാൻ വെറുതെ പറയുവാണെങ്കിൽ നിങ്ങൾ പരിശോധിക്ക്. വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. പണം പിരിക്കുന്നതിൽ ഒരു സുതാര്യതയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം ചാരിറ്റികളെ എതിർക്കുന്നത്? ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട്. എത്രയെത്ര നന്മ മരങ്ങളാണ് ചെറിയ കാലഘട്ടം കൊണ്ട് വളർന്നു പടർന്നു പന്തലിച്ചത്, അല്ലേ? വെറും ഒരു ഓട്ടോക്കാരൻ ഒരു ഫോണും കൊണ്ടിറങ്ങി ചാരിറ്റി ചെയ്യാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളില് കോടിക്കണക്കിന് പണം കൊടുത്ത് MP ആകാൻ മത്സരിക്കുക. നാളെ അയാളൊക്കെ മന്ത്രിയാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. 5 അക്കം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുള്ള നാടാണിത്. സ്വന്തം നാട് പോലും തിരുവനന്തപുരം എന്ന് പറയാൻ അറിയാതെ തിരുവനന്തപുരം ത്രിവാത്രയം ഇങ്ങനെയൊക്കെ പറയുന്ന ടീംസാ. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ഈ നാട് ഇത്രമേൽ കുട്ടിച്ചോറാക്കാൻ മുസ്ലിം ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത കമ്മികളും കുങ്ങികളും ഇനിയും അനുഭവിക്കും എമ്പാടും. ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത്. റിയൽ എസ്റ്റേറ്റിന്റെ രൂപത്തിലും
ചാരിറ്റിയുടെ രൂപത്തിലും കോടിക്കണക്കിന് പണം ഇവരുണ്ടാക്കി. ഇല്ലേ? ഇല്ലേ? ഇല്ലെങ്കിലൊന്ന് പറ. ഒടുവിൽ കേരളത്തിന്റെ നന്മ മരം വിദേശത്ത് നിരന്തരം നിത്യ സന്ദർശകനായി മാറി. മനസ്സിലായ? ഏറ്റവും ഒടുവില് എനിക്ക് ഒരു ഉദ്ഘാടനത്തിന് 50,000 രൂപ കിട്ടും, അത് മതി എനിക്ക് ജീവിക്കാൻ, ഒരു മാസത്തിൽ 30 ദിവസം. ശരി, 30 ഉദ്ഘാടനം, 50,000 രൂപ വച്ചിട്ട് 15 ലക്ഷം രൂപ. കണക്ക് ശരിയല്ലേ? ഞാൻ കണക്കിന് വീക്കാണ്. ഇത്രയും പണം കയ്യിൽ വരും. ഒടുവില് ഇന്നോവ കാർ ഒന്നല്ല 3 എണ്ണം ഇരിക്കട്ടെ, 2500 സ്ക്വയർ ഫീറ്റിന്റെ വീട് പോരാ, 6700 സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം. ശരി, എന്താ നിങ്ങളുടെ പണമൊക്കെ ഞാൻ വെളുപ്പിച്ച് തരുന്നില്ലേ ചാരിറ്റിയുടെ രൂപത്തിൽ? പോരെ? പിന്നെ കുറെ ഗുണ്ടായുസവും ബാങ്കുകൾക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് തീവ്ര വിഭാഗത്തിന്റെ മേൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത്. കേട്ടോ? രഞ്ജു താങ്ക് യു കേട്ടോ. ഇങ്ങനെ ഇവര് സുതാര്യതയില്ലാത്ത പണപ്പിരിവുകൾ നിരന്തരമാക്കി കൊണ്ടു നടന്നു. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് പണമാണ് ചാരിറ്റി രൂപക്കാർ വാങ്ങിയെടുത്തത്. 32 പേജുള്ള ഒരു കുറ്റപത്രം മലർന്നു കിടന്നു തുപ്പിക്കൊണ്ടിരുന്നു. ഇവരെ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഒടുവിൽ പറയുന്നു, വീഴ്ചകളേറെയുണ്ട് ഞങ്ങൾക്ക്. ഓഹോ, സമ്മതിച്ചു. എന്നിട്ട് ആരെല്ലാം ചേർന്നാണ് പാർട്ടിയെ ഈ പരുവത്തിലാക്കിയത്? ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ശരിയാക്കിക്കോളാമെന്ന്. കണ്ണൂരിലെ EP ജയരാജന്റെ കോടികളുടെ ആയുർവേദ റിസോർട്ട് വേദകം വാങ്ങിയത് സമുന്നതനായിട്ടുള്ള ഒരു BJP നേതാവാണ് എന്ന് പത്രത്തിൽ കണ്ടു. തൃശൂർ ജില്ലയിലെ ബാങ്ക് കൊള്ള നടത്തിയതാരാണ്? തൃശൂർ പൂരം കലക്കി BJPയുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതാരാണ് എന്നൊക്കെ ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി നേതാക്കളുടെ മക്കൾ നടത്തുന്ന കച്ചകപടങ്ങൾ, അതിനകത്ത് ലഹരി കച്ചവടം വരെ ഉൾപ്പെടുന്നു എന്നറിഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെയല്ലേ? എന്തോ ഉണ്ടാക്കാൻ പറ്റി അതിനെ പ്രതിരോധിക്കാൻ? വീണ്ടും ഉയർന്നു വരുന്ന 1000 ചോദ്യങ്ങൾ. ഈ പണം അത്രയും ഇടതനും വലതനും ദേശസ്നേഹത്തിനു വേണ്ടിയാണോ ചിലവഴിച്ചത്? നാടിന്റെ പുരോഗതിക്കു വേണ്ടിയാണോ ചിലവഴിച്ചത്? വാടക ഗുണ്ടകളെ ഉപയോഗിച്ച് ഇവരാരെയാ വളർത്തിയത്? തീവ്രവാദ പ്രവർത്തനങ്ങളെ, വർഗ വിപ്ലവങ്ങൾ ഇവർ വളർത്തിക്കൊണ്ടുവന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചപ്പോൾ ഇവര് അതേ സംഘടനക്കാർ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ, രൂപങ്ങളിൽ സ്ലീപ്പർ സെല്ലുകളായി ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളിലും SDPIകളിലും ചേക്കേറി അവിടെ കിടന്നു. അവസരത്തിനൊത്തു മാത്രം തല ഉയർത്തിയാ മതിയല്ലോ. അങ്ങനെയാണ് അവർ ഈ നാടിനെ മുട്ടിച്ച് മുച്ചൂട് മുട്ടിച്ചത്. നോക്കിക്കോ, നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിന് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അല്പം പഴയതാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ന്യൂസുകളാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതൊന്ന് എടുത്തു വെച്ചു. പലവട്ടം കേട്ടു ഞാനത്. അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിലെ ഡിബേറ്റിനിടയ്ക്കിരുന്ന് അദ്ദേഹം പറഞ്ഞതാണ്. 1982 പോലീസ് വെടിവെപ്പിന് ശേഷം 2 ദിവസം സമാധാന മതക്കാർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയ സകലമാന കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സർ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോ, ഇതൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ ഞാനല്ലേ ഉള്ളന്നേ. ഡിസംബർ 28 ആലപ്പുഴയിലെ മിലാടി ഷെരീഫ് ഉണ്ടായപ്പോഴാണ് ആ ആഘോഷങ്ങൾക്കിടയിലാണ് ഏറ്റവും വലിയ, അന്ന് പോലീസ് അവിടെ വെടിവെക്കേണ്ടി വന്നു. അന്ന് ഉപമുഖ്യമന്ത്രി CH മുഖ്യമന്ത്രി കരുണാകരനുമായിരുന്നു. അതിനുശേഷം മുസ്ലിം തീവ്രവാദികൾ ആ സംഭവത്തിന് ശേഷം പിന്നീട് 2 ദിവസത്തേന് അഴിഞ്ഞാടി എന്നുള്ള സത്യമാണ്. ഇത് നമ്മൾ മറക്കരുത്. കാരണം കുട്ടികളെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തോട് അഴിഞ്ഞാടി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ, ഞാൻ അന്ന് SI ആയിട്ട്
പൂന്തറയിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പൂന്തറ കലാപം ഉണ്ടായി. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പറയണം. ഈ 93 നമ്മള് ഈ പാകിസ്ഥാനിൽ ആയിട്ട് അല്ലെങ്കിൽ ലഷ്കർ ഇ തോയിബ എന്ന സംഘടന, അത് ഈ അഫ്ഗാനിസ്ഥാനും അവിടെ ആയിട്ടില്ല, അത് ഇന്ത്യ പാകിസ്ഥാനിലുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി തുടങ്ങി വെച്ചതാണ്. കാശ്മീരില് പണ്ഡിറ്റുകളെ 1989, 90, 100 പേരെ കൊന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തീവ്രവാദ സ്വഭാവമുള്ള കാണിക്കുമ്പോൾ കുട്ടികൾ ആകർഷിക്കപ്പെടും. കാരണം മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസമുള്ള കുറെ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ ചില സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായി. വിദ്യാഭ്യാസമുണ്ടെങ്കിലും ശരി, തീവ്രവാദം എല്ലാ കാലത്തും ആകർഷിക്കപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും ഇരുമ്പ് നിക്കർ വീട്ടിനകത്തിരുന്നുണ്ടാക്കി ബെൽറ്റ് ഇട്ട് ടൈറ്റാക്കി കല്യാണ സമാനം പൊതിഞ്ഞ് ഐസിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചത് ബിടെക്കുകാരായിരുന്നു. അവരോടൊപ്പം 72ാമത്തെ ഹൂറി സ്ഥാനത്തിലേക്ക് പോയ അവളുമാരൊക്കെ MBBS കഴിഞ്ഞവളുമാരായിരുന്നു. സ്ഥലത്തെക്കാളും കൂടുതൽ ഇവിടെ നല്ല വിദ്യാഭ്യാസ കുട്ടികൾ കുറെ ആൾക്കാര് മുസ്ലിം സമുദായത്തിന്റെ 99% ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. അവർ മുഖ്യധാരയുടെ ഒപ്പം തന്നെ പോവുകയാണ്. ബാക്കിതങ്ങളും അതുപോലെ മുസ്ലിം ലീഗിലുള്ളവരും അതുപോലെ അതിന്റെ എതിർ വിഭാഗത്തിലുള്ള മുസ്ലിം ലീഗിലും വിദ്യാഭ്യാസമുള്ളവരൊക്കെ അങ്ങനെ പോവുകയാണ്. പക്ഷെ ഇവിടുത്തെ ചില സംഭവങ്ങളിൽ ആകൃഷ്ടരായി അവർ ചില മുസ്ലിം തീവ്രവാദ സ്വഭാവത്തോടുകൂടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് ഇവിടെയുള്ള സർക്കാർ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. 2014 കേരള സർക്കാർ ഹൈക്കോടതി കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ഈ പോപ്പുലർ ഫണ്ട് ആയിട്ട് ചേർന്ന കേരളത്തിൽ നടന്ന 27 കൊലപാതകങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, 87 വധശ്രമം പറയുന്നുണ്ട്, 106 വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത്, ചെറുതും വലുതൊക്കെ ആയിട്ട്. അപ്പൊ 2014 കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പൊ 82 ഞാൻ അത് തുടങ്ങി വെക്കുന്നതിന്റെ കാരണം ഇവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആകർഷ്ടമായ ചെറിയ വിഭാഗം ആൾക്കാര്, കുട്ടികള്, അവര് ആണ് ഈ തീവ്ര സ്വഭാവത്തിലേക്ക് ആകർഷ്ടമായി വന്നു. നമുക്കറിയാമല്ലോ, വാഗമണ്ണിലും അവിടെ ഇവിടെയൊക്കെ നടന്ന ക്യാമ്പും മറ്റതൊക്കെ അറിയാം, കണ്ണൂരിലൊക്കെ. ഇത്രയും വധശ്രമങ്ങളും കൊലപാതകങ്ങളും 100-ലധികം വർഗീയ കലാപങ്ങളും ഈ കേരളത്തിൽ നടന്നിട്ട് എത്ര മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നും തുറന്നു പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെയും അവരുടെ പേര് പോലും പറയാൻ പറ്റില്ല. മനസ്സിലായ? മുമ്പ് ഒരു കാത്തൂൺ സുറാബി എന്ന് പറയുന്ന ഒരു പെണ്ണ്, അപ്പൊ അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. ഒടുവിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? സുറാബി എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരാ, തിരിച്ചറിയും. ഇവരത് സുരഭി എന്നാക്കി അങ്ങ് മാറ്റി. സുരഭി ഖാത്തൂൺ, പേര് തിരിച്ചറിയില്ലല്ലോ. അതുപോലെ എത്രയെത്ര മുസ്ലിം നാമങ്ങളാണ് ഇവര് മറച്ചു വെച്ചത് എന്നറിയാമോ? മാധ്യമങ്ങൾ. അതൊക്കെ അതിന്റെ പുറകെയൊക്കെ എന്നെ വന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്നത് 35 പേരിലെ 21 പേരും മലയാളികളാണ്. നമ്മുടെ ഈ മുഖ്യധാരയിൽ വിട്ടുപോയതാണ്. അത് മുസ്ലിം സമുദായത്തിനെ കുറ്റം പറയാൻ ഒക്കുള്ളൂ. കാരണം അത് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമുദായത്തിൽ നിന്ന് അവരുടെ കണ്ണിൽ വെട്ടിച്ച് അവരിൽ നിന്ന് മാറിപ്പോയവരാണ് ഇവര്. ആ 21 പേര് പെൺകുട്ടികൾ വരെ മാറിപ്പോയി. പാകിസ്ഥാൻ, ഞാൻ വേറൊരു കാര്യം പറയാം, അബ്ദുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കാശ്മീരിലുള്ള പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ നമ്മള് ഇന്ത്യൻ പട്ടാളം വെടിവെച്ച് കൊന്നപ്പം അതിന്റെ അകത്ത് 2 മലയാളികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നതിന്റെ കാരണം മലയാളികളെ എപ്പോഴും നമ്മൾ ലോകത്തിലെ മറ്റുള്ളവരെക്കാട്ടിലും ബുദ്ധി കൂടുതലുള്ളവരും ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമുള്ളവരും അന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ നമ്മളിപ്പോ മലയാളികൾ നോക്കിക്കോ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തോടും മലയാളി എല്ലാ കമ്മ്യൂണിറ്റിയുള്ളവരും പോവുകയാണ്. വിദ്യാഭ്യാസമുള്ള മലയാളികളെല്ലാം പോലും നേരത്തെ പറഞ്ഞ അഫ്ഗാനിസ്ഥാനും സിറിയയിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ മറ്റു രാജ്യങ്ങളാണ് ഇന്ന് എല്ലാ സമുദായക്കാരും പോകുന്നത്. മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, സിഖ് സമുദായം എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഒരു ചെറിയ ഒരു വിഭാഗത്തിന് ചില അപജയങ്ങൾ ഉണ്ടായി, അവരുടെ ബുദ്ധിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. അവര് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാലും ശരി, ലോകത്തിലെ തീവ്രവാദ സ്വഭാവത്തിലേക്ക് ആകർഷകരായ ഒരു അഫ്ഗാനിസ്ഥാനും സിറിയയിൽ പോയി അവർ മറ്റുള്ളവരൊപ്പം പടപൊരുതി ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ശരി. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഇവരിൽ ഉള്ളത് മുസ്ലിം രക്തമാണ്. ഇവരുടെ തലച്ചോറിലുള്ളത് ഇസ്ലാമിക തീവ്രവാദമാണ്. ഇവരുടെ നാവിലൂടെ പുറത്തു വരുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച അന്യമത വിരുദ്ധതകളും കലാപങ്ങളും ഭീകരതകളുമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും പോയിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്നത്, പടപൊരുതാൻ പറ്റുന്നത്, ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ പറ്റുന്നത്. ഇതിനാണ് തീവ്രവാദ സ്വഭാവം. ലോകത്തിലെ മുസ്ലിം തീവ്രവാദികൾ ഭൂരിപക്ഷവും നേരത്തെ അത് പറഞ്ഞല്ലോ, കാശ്മീർ, അത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഇന്ത്യയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ RSS മേധാവി അവിടെ മുസ്ലിം പള്ളിയിൽ പോയി അവിടുത്തെ ഇമാമിനെ കണ്ട് ചർച്ച നടത്തിയത്. നല്ലൊരു തുടക്കമാണത്. അപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകരുത്. അത് നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മൾ മലയാളികള് ഇപ്പം ഈ സംഭവിച്ചു പോയ ആ പതനം, അതുപോലെ ഒരു പതനം ഇനി ഉണ്ടാകരുത്. ഇനിയുള്ളവരെ തിരിച്ചു വന്ന് നമ്മൾ സ്വീകരിക്കണമെന്നാ പറഞ്ഞത്. അവർ റിഫോം ചെയ്തെങ്കിൽ അവർ വരട്ടെ. കുറെ പേര് ഇനിയും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഉണ്ട്, രാജ്യത്ത് എത്താൻ പറ്റാതെ അവർക്ക് ജയിലിൽ കിടക്കുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇനി തിരിച്ചു ഇന്ത്യ അത് ആലോചിക്കണം. കാരണം അവര് വെൽ ട്രെയിൻഡ് ആണ്, അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ പോയി അവരെ കൊലപ്പെടുത്താതെ അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്നയുടെ കണക്കത്ര കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വളരെയധികം ആൾക്കാരുണ്ട്, പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാകിസ്ഥാനിലെ അവിടെ കാശ്മീരിലുള്ള രണ്ടുപേരെ വെടിവെച്ച് വന്നപ്പോൾ 2 മലയാളികളുണ്ട്. അപ്പൊ എവിടെയാണ് മലയാളികൾ ഇല്ലാത്തത്? അപ്പൊ ഈ തീവ്ര സ്വഭാവം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ്. അതിന് നല്ലൊരു ഭാഗം മലയാളത്തിലെ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ചെന്ന് ചാടി. ഒരിക്കലും ഇന്ത്യക്കെതിരെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആരെയും തിരിച്ച് ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് കറ്റൻട്രി ആയിട്ട് പറഞ്ഞ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാനേ നമുക്ക് ഈ വിഷയത്തിൽ സാധിക്കൂ. കാരണം അവർ വെൽ ട്രെയിൻഡ് ആണ് എന്ന് മാത്രമല്ല, അവരുടെ തലച്ചോറിലുള്ളത് ഇന്ത്യ വിരുദ്ധതയാണ്, അന്യമത വിരുദ്ധതയാണ്. ഇവരെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? സാധ്യമല്ല, നടക്കുന്ന സംഗതിയല്ലത്. കാരണം ഇവരെ നമ്മുടെ രാജ്യത്തിൽ എവിടെ പോയി കയറണം, എനിക്ക് നരേന്ദ്രമോദിയെ ഒന്ന് കാണണമെന്ന് പറയും. എത്ര വലിയ പരിശോധനകൾ നടത്തിയിട്ടാണ് ഇവരെ കയറ്റുന്നതെങ്കിലും ശരി, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഇവര് തീരുമാനിക്കും. പാർലമെന്റ് ആക്രമിക്കപ്പെട്ടതൊന്നും മറന്നിട്ടില്ലല്ലോ. എവിടെ ചെന്ന് കയറാനും കാരണം ഇവരെ എല്ലാം ആലോചിച്ചുറപ്പിച്ചവരാണ്. ഇസ്ലാമില് ഈ പോപ്പുലർ ഫ്രണ്ടില് ബൈഅത്ത് ചെയ്യുന്ന ഒരു ടീമുണ്ട്, ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങള്. അപ്പോ അവരില് അള്ളാഹുവിന് വേണ്ടി എന്റെ ജീവനും ജീവിതവും അർപ്പിക്കാം എന്ന് ഇവര് പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയവരാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവരെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. അവരുടെ രീതി അതാണ്, അവര് പഠിച്ചത് അതാണ്, അവർ ബ്രെയിൻ വാഷ്ഡ് ആണ്. നമ്മളെ ഒരാള് ബ്രെയിൻ വാഷ് ചെയ്തു എന്നതിന്റെ അർത്ഥം നമ്മൾ കിഴങ്ങന്മാരാണെന്ന അല്ലെ പറഞ്ഞു വന്നത്. മലപ്പുറം കേരളത്തിന്റെ അവസ്ഥയാണ് ഇതെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജനാധിപത്യത്തിൽ നിന്നും മത ആധിപത്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ജനാധിപത്യം വേണ്ട, ഞങ്ങൾക്ക് മതവിധി മതി എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല. സ്വർണ്ണക്കള്ളക്കടത്തിലും ഹവാല ഇടപാടിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങൾ വർദ്ധിക്കുന്നു. എവിടെ പിടിച്ചാലും ശരി. അത് മുമ്പ് നമ്മുടെ അബ്ദുൽ നാസർ മദനിയും പറഞ്ഞിട്ടുണ്ട്, KT ജലീലും പറഞ്ഞിട്ടുണ്ട്, PV അൻവറും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന കള്ളമാണെങ്കിലും കൊലപാതകമാണെങ്കിലും കള്ളക്കടത്താണെങ്കിലും ബലാത്സംഗമാണെങ്കിലും മലദ്വാർ ഗോൾഡ് ആണെങ്കിലും എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരു വിഭാഗമായി നമ്മുടെ കാക്കാക്കൂട്ടം അധപതിച്ചിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഇത്തരം മലദ്വാർ ഗോൾഡുകളിലും ഹവാല ഇടപാടുകളിലും ഒക്കെ അകപ്പെടുന്നത് എന്ന് കാണിച്ച് പാണക്കാട് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്ന് KT ജലീൽ ആവശ്യപ്പെട്ടത് മറന്നുപോയോ നിങ്ങൾ? അങ്ങനെ ചെയ്താൽ, അതായത് നമ്മുടെ മലപ്പുറം ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യമാണ് എന്ന് രാജ്യമായി എന്ന് KT ജലീൽ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു അത്? അങ്ങനെ ചെയ്താൽ മലപ്പുറത്തിന് ഇപ്പോൾ വന്നു ചേർന്ന മാനഹാനി പരിഹരിക്കാൻ പറ്റുമെന്ന ജലീൽ എണ്ണി എണ്ണി വിശദീകരിച്ചു പറഞ്ഞത്. മുൻ സിമിയുടെ അനുയായിയായ, സിമിയുടെ അണിയറ പ്രവർത്തകനായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ താലോലിച്ച KT ജലീൽ പറയുന്നു, പാണക്കാട് തങ്ങൾ പറയണം മലദ്വാർ ഗോൾഡ് ഹറാമാണ് എന്ന്. എന്നാൽ നമ്മുടെ യുവാക്കളൊക്കെ അതിൽ നിന്നും പിന്മാറുമെന്ന് മനോരമ ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് KT ജലീൽ എണ്ണി എണ്ണി കാര്യം വിശദമാക്കിയത്. ജലീൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. സ്വർണ്ണക്കള്ളക്കടത്തില് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്. നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണത്. കാരണം കരിപ്പൂർ
കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പറയുന്നതെങ്കിലും കരിപ്പൂർ ഇരിക്കുന്നത് മലപ്പുറത്താ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മലദ്വാർ വിശാലമാക്കി ഉസ്താദുമാരടക്കം മറക്കരുത്. ഒരിക്കല് ഒരു 2 വർഷമൊക്കെ ആകത്തുള്ളൂ കേട്ടോ, ഒരു 3 ഉസ്താദുമാര് മലപ്പുറത്ത് നിന്ന് കുറച്ച് ആളുകളെ ഉംറയ്ക്ക് കൊണ്ടുപോയി. ഉംറയ്ക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അവർക്കൊക്കെ എന്തോ ഒരു പരിങ്ങൽ ഉസ്താദുമാർക്കെ. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോ നോക്കി ഉസ്താദുമാർ ഒറ്റമുണ്ട് ഇങ്ങനെ കൂട്ടി നടുക്കോട്ട് വെക്കുന്നു, ഒറ്റമുണ്ടി ഇരുന്നിട്ട്. അങ്ങനെ ഉസ്താദുമാരെ പിടിച്ചെന്ന് കുലിക്കുക. എന്ത് പറ്റി ഉസ്താദെ, സുഖല്ലേ? കുലിക്കപ്പോ ഉസ്താദ് ഒരു ഞെട്ടലും വിറയലും പരിഭ്രമവും ഒക്കെ. പിടിച്ച് കമിഴ്ത്തി കിടത്തി ഒന്ന് തട്ടി നോക്കിയപ്പോൾ ഉണ്ട് എന്ന്. എന്റെ മാത്രമല്ല, ഉസ്താദിന്റെ മൂലത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു. വലിയ ഉസ്താദിന്റെ മൂലത്തിലും ഉണ്ട്. അങ്ങനെ വലിയ ഉസ്താദും ചെറിയ ഉസ്താദും അതിനേക്കാൾ ചെറിയ ഉസ്താദും, അങ്ങനെ 3 പേരെയും പിടിച്ച് കമിഴ്ത്തി കിടത്തിയിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥര് വന്ന് തോണ്ടിയെടുത്തത് കിലോ കണക്കിന് ഗോൾഡ് ആയിരുന്നു. പോരെ പൂരം. മോളെ, ഇങ്ങനെ മലദ്വാർ ഗോൾഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ജില്ല, ഫ്ലാസ്കിൽ വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം. മലബാർ ജില്ല ഇനി മുതൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയാക്കണ്ട, ഞങ്ങൾക്ക് ഒരു സംസ്ഥാനമാക്കിയിട്ട് ഇങ്ങോട്ട് തായോ, എന്നാ പിന്നെ ഞങ്ങൾ ആയിക്കോളാമല്ലോ അവിടുത്തെ മുഖ്യമന്ത്രിയും. ഇനി പ്രധാനമന്ത്രി വേണമെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കി ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിയെയും ഒക്കെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന്. എങ്ങനെയുണ്ട് സംഗതി? അങ്ങനെയാണ് മുസ്ലിം ലീഗുകാർ നോക്കിയപ്പോൾ നമുക്കൊരു സംസ്ഥാനം കിട്ടിയാൽ എന്തേ പൊളിക്കുവോ? ഹവാല പണമിടപാട്. ഇവര് ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി നടത്തിയിട്ട് കോടാനുകോടി പണം വന്നിറങ്ങുന്നത് എവിടെയാ? മലപ്പുറത്താ. ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളുകൾ അത്രയും മലപ്പുറത്തെ മുസ്ലിം സമുദായക്കാരല്ലെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ തെളിയിച്ചു തരാം. 100 കണക്കിന് തെളിവുകളും ഡേറ്റാസും എന്റെ കയ്യിലുണ്ട്. മത തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം രാഷ്ട്രീയക്കാർ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ, തീവ്രവാദ സംഘടന എന്ന് കേരള ഹൈക്കോടതി വിധി എഴുതിയ പോപ്പുലർ ഫ്രണ്ടും SDP-യും പോരെ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിർലോഭം ഇവർ തുടരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇത് ചെയ്യുന്ന മുസ്ലിം സമുദായ അംഗങ്ങളെ അതിൽ നിന്ന് തടയാൻ പാണക്കാട് തങ്ങൾ അവിടെ നിന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം. അല്ല, ഈ രാജ്യത്തൊരു നിയമമില്ലേ? അതൊന്നും നമുക്കതൊന്നും ബാധകമല്ല. നമ്മള് നേരെ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവരാ. അതുകൊണ്ട് നമുക്ക് പാണക്കാട് നിന്നുള്ള മതവിധി മതിയെന്ന്. കാരണം മതനേതാവ് കൂടിയായിട്ടുള്ള തങ്ങൾക്ക് മുസ്ലിം സമുദായ അംഗങ്ങൾക്കുമേൽ മതപരമായിട്ടുള്ള വേറെ ഒരു സാധനമുണ്ട്, ആധിപത്യം. ആ ആധിപത്യം ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേറവകാശം, കുത്തക അവകാശം അങ്ങേക്കാണല്ലോ. അതുകൊണ്ട് അങ്ങൊരു മതവിധി ഒന്ന് പുറപ്പെടുവിച്ചെങ്കിൽ തങ്ങന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് KT ജലീൽ കേരളത്തോട് പറയുമായിരുന്നു. എന്നിട്ട് KT ജലീൽ പറഞ്ഞ ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി, അങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിക്കാൻ പാണക്കാട് തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ? ഇല്ല. എന്താ കാരണം? അത് വില പോകത്തില്ല എന്ന് തങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ചാരിറ്റി എന്ന് പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും അഴിഞ്ഞാടുന്നത് അത്രയും മലപ്പുറവും കോഴിക്കോടുമാണ്. ഏറ്റവും കൂടുതൽ പല രൂപത്തിലും പണം ഉണ്ടാക്കാൻ ഇവരെ കഴിഞ്ഞേയുള്ളൂ. അതിനെ ആരെ മൂഞ്ചിച്ചിട്ടാണെങ്കിലും സാരമില്ല, പണം വേണം. ആ പണമിറക്കി ഈ നാടിന്റെ തകർച്ചയ്ക്കു വേണ്ടി ചിലവഴിക്കാനും ഇവർക്ക് മടിയില്ല.
നമ്മുടെ പിന്നെ മറ്റവനുണ്ടല്ലോ കൊലയാളി റഹീം, അബ്ദുൾ റഹീം, അവന് വേണ്ടി പിരിച്ച പണം എത്രയായിരുന്നു? എവിടെ പോയി പണം? എന്നിട്ട് റഹീം എവിടെ? ഇപ്പൊ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കരയുന്നത് എന്തിനാ? എന്തിനാ? റഹീമിനു വേണ്ടി ബാലൻസ് ചെയ്യുക. ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വന്നിട്ട് എന്നെ പൂരത്തെറി. നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണല്ലോ, ഒന്നും പറയണ്ട. നമ്മുടെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാളുണ്ടായിരുന്നല്ലോ, വിശ്വാസ് കുമാർ രമേശ്. അവരെ പറഞ്ഞപ്പോ ഹിന്ദുക്കളെല്ലാം കൂടി എന്റെ മേലെ വന്നു. എടാ മലരുകളെ, ഞാൻ ഒരു യുക്തിവാദിയാണ്. ഒരു മതത്തെയും സുഖിപ്പിക്കുകയോ ഒരു മതത്തെ സംബന്ധിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞ് അവരെ പ്രീണിപ്പിക്കുകയോ ചെയ്യുന്ന നയം എന്റേതല്ല. പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയും. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക, ഇല്ലേ വേണ്ട. സഫാരി, ഇതിനകത്ത് വർഗീയത തോന്നുന്നെങ്കിൽ ഇറങ്ങിപ്പോടാ നാറി, നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? നിങ്ങൾക്ക് വർഗീയതയാണിത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേൾക്കണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. മനസ്സുള്ളവര് അത് വിശ്വസിച്ചാ മതി, അംഗീകരിച്ചാ മതി. അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനാ. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനാരെയും പേടിയില്ല. ഞാൻ എന്റെ അഭിപ്രായമാ പറയുന്നത്. നിമിഷപ്രിയയെ നിങ്ങള് മേക്കപ്പ് ഇട്ടോ, നിങ്ങൾ വെളുപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ഒരു കൊടും കുറ്റവാളിയാ, ഒരു നമ്പർ 1 ക്രിമിനൽ ആണ് അവള്. അവളുടെ ഉള്ളിൽ കിടന്ന ആ ക്രിമിനാലിറ്റിയാണ് ഒരു മനുഷ്യനെ 110 കഷ്ണങ്ങളാക്കാൻ അവളെ സഹായിച്ചത്. യാതൊരു മനസ്താപവും ഇല്ലാതെ അടുത്ത ദിവസം അവള് ജോലിക്ക് പോകുന്നു, പിന്നീട് ആൾമാറാട്ടം കളിക്കുന്നു, ഒളിവിൽ പോകുന്നു. ഇതൊക്കെ ചെയ്യാൻ ഒരു സാധാരണ സ്ത്രീക്ക് കഴിയില്ല. പറ്റുമോ? നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഒരാളെയാണ് ഇങ്ങനെ അവള് ചെയ്തതെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകൂ. അബ്ദുൾ റഹീം അവൻ ചെയ്തത് എന്താ? അത് തന്നെ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? സ്വന്തം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാതെ. അപ്പോൾ അവള് ക്രിമിനൽ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ പിന്നെ കമാൽ പാഷ സാർ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഈ നിമിഷപ്രിയയെ കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു അവലോകനം നടത്തിയിട്ടുണ്ട്. എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ പറഞ്ഞതിനോട് 100% മാനവികതയുള്ള ഏതോ ഒരു മനുഷ്യനും യോജിച്ചു പോകും. മലയാളികൾ പ്രതികരിക്കുന്ന രീതി എന്നാണ് അദ്ദേഹം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ. അദ്ദേഹത്തോട് യമനിൽ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത് നിമിഷപ്രിയ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ്. അവളൊരു ക്രിമിനലാണ്. എന്നിട്ട് മലപ്പുറം മൊത്തം നിമിഷപ്രിയയ്ക്ക് വേണ്ടി സേവ് നിമിഷപ്രിയ. എന്തിനാ? അബ്ദുൾ റഹീമിനെ ബാലൻസ് ചെയ്യാനാ. സാധാരണഗതിയിൽ അവര് ഈ ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുക്കും. അവിടുത്തെ കോടതികളിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നു, ജോലി ചെയ്യുകയാണ്. അന്ന് ആ സ്റ്റാറ്റസ് മാറ്റി അവർക്ക് അവിടുത്തെ പാസ്പോർട്ട്, ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് പാസ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഉത്തരവ് പലപ്പോഴും കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട്. അങ്ങനെ പോകാം എന്നുള്ളത് ഉദ്ദേശിച്ചായിരിക്കാം നിമിഷപ്രിയ അഭയാർത്ഥിക്കാൻ പോയത്. അപ്പോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു. രസകരമാണ്. 110 കഷ്ണമാക്കിയത് മാത്രമല്ല, അവള് രക്ഷപ്പെടാൻ വേണ്ടി കളിച്ച കളികൾ എത്രയാണെന്ന് അറിയാമോ? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. പറഞ്ഞുതരാം. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ ഇവിടെ നിന്ന് പോയി. ആളുകളൊക്കെ അവിടെ ഈ ഇയാളെ കാണാനില്ല, നമുക്കരയ്ക്ക് അന്വേഷണം തുടങ്ങി. അപ്പൊ ഈ ആളുകൾ ആ ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ളവരെല്ലാം പരാതി പറയാൻ തുടങ്ങി. വാട്ടർ ടാങ്കിൽ വെള്ളത്തിന് സംബന്ധിച്ചിടത്തോളം എത്ര പേര് അത് കുടിച്ചു വേണമെന്ന് ആലോചിച്ചു നോക്കും. എന്ത് ദ്രോഹമാണ് ചെയ്തത്? അതൊക്കെ ശരിയാണ്. അത്രത്തോളം ദ്രോഹം ചെയ്തിട്ട് ആ പോയേക്കുന്നത് പോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 110 കഷ്ണമാക്കിയ ഒരു മനുഷ്യന്റെ ബോഡി വലിച്ചെറിഞ്ഞത് എവിടെയാ? വാട്ടർ ടാങ്കിൽ. ഒരു ഫ്ലാറ്റ് ആണത്. എത്ര മനുഷ്യന്മാരാ വെള്ളം കുടിച്ചു മരിക്കും? എത്ര മനുഷ്യന്മാർക്ക് മാരകമായ രോഗമുണ്ടാകും? എന്നിട്ട് അവളെ ന്യായീകരിക്കാൻ കുറെ മലരുകൾ വന്ന് പൊയ്ക്കോടാ കണ്ടം വഴി. അവളെ ന്യായീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ വേണ്ട. അത് ഞാൻ ചെയ്താലും എന്റെ മറ്റവര് ചെയ്താലും ശരി, കൊല തന്നെയാണ്. ക്രിമിനൽ കുറ്റം തന്നെയാണ്. അവൾ ഒരു ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട്, ഒരു ക്രിസ്ത്യാനി പെണ്ണായതുകൊണ്ട്, മരിച്ചത് ഒരു മുസ്ലിം ആയതുകൊണ്ട്
ഞാൻ ആ തലാലിനെതിരെ തന്നെ നിൽക്കണം എന്ന് എന്തിനാ ക്രിസ്ത്യാനികൾ നിർബന്ധം പിടിക്കുന്നത്? ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ഒരു മനുഷ്യനെ 110 കഷ്ണമാക്കിയത് തെറ്റ് തന്നെ. അതിനുള്ള ശിക്ഷയെ അനുഭവിച്ചേ തീരൂ. അവളെ ഇനിയും ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാ? അടുത്ത ആരെങ്കിലും 112 കഷ്ണമാക്കാനുള്ള പ്രാക്ടീസിങ്ങിനോ ആണോ? നമ്മുടെ രാജ്യത്തെ ഒരാൾ വേറൊരു രാജ്യത്ത് പോയി ഇത്തരം ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തെറ്റ്. ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ലേ എന്റെ ആ കക്ഷി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇവിടുന്ന് കമാൽ പാഷയ്ക്ക് ഒരു സുഹൃത്തുണ്ട്, യമനിലെ ഒരു ബിസിനസ്സുകാരനാണ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കുറച്ച് ഡേറ്റാസ് കമാൽ പാഷയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ജഡ്ജ് കസേരയിൽ ഇരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നമ്മളോട് സംസാരിക്കാൻ കഴിയും. പോയത് ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്. അവിടെ ഈ അഭയാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. യമനിലെ അഭയാർത്ഥികൾ താമസിക്കുന്ന ക്യാമ്പിലേക്ക് അവള് രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. അവിടെ നിന്ന് ആൾമാറാട്ടം നടത്തി ഒരു പർദ്ദയും മക്കനയും ഇട്ട് യമനിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക്, അവിടെ നിന്ന് അടുത്തൊരു ക്യാമ്പിലേക്ക് പോകാം, അവിടെ നിന്ന് അടുത്തിടത്തേക്ക് പോകാം. ഇത് സാധാരണ ഒരു സ്ത്രീ ചെയ്യുമോ? ഇങ്ങനത്തെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ഒരു സ്ത്രീയാണ് അവര്. എങ്ങനെയുണ്ട്? മുഖം മറച്ച് പർദ്ദയിട്ട് ബുർക്കയിട്ട് യമനിലെ അഭയാർത്ഥി ക്യാമ്പിൽ പോയേക്കുക. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് UN വന്നിട്ട്, യുണൈറ്റഡ് നേഷൻസ് അവിടെ വന്നിട്ട് ഈ അഭയാർത്ഥികളെ ഓരോ രാജ്യങ്ങളിലേക്ക് കുറേശ്ശെ പേരെ കയറ്റിവിടാറ്. അങ്ങനെ ചെയ്യും. ഉദാഹരണമായിട്ട് യൂറോപ്പിന്റെ തന്നെ ഒരു വാതിൽ തുറക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലേക്ക് അന്ന് ഇവരെ കയറ്റിവിടും. അവരവിടെ ചെന്നാൽ അവർക്ക് 2 വർഷത്തേക്ക് അവർക്ക് അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ കൊടുത്ത് അവിടെ അഭയാർത്ഥിയായിട്ട് കഴിയും. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പ് ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അത് സ്വിറ്റ്സർലൻഡിലെ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ട് ഇതുപോലെ. അത് വിദേശത്ത് വരുന്ന അഭയാർത്ഥികളാണ്. അവർക്ക് ഒരുമാതിരി നല്ല ജീവിതം അവിടെ കൊടുക്കുന്നത് കേട്ടോ. താമസിക്കാൻ നല്ല കെട്ടിടം, ജോലി, ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവര് കോടതി പോയിട്ട് സാധാരണഗതിയിൽ അവര് ഈ ഒരു കോടതിയിൽ പെറ്റീഷൻ കൊടുക്കും. അവിടുത്തെ കോടതികളിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നു, ജോലി ചെയ്യാണ്. അന്ന് ആ സ്റ്റാറ്റസ് മാറ്റി അവർക്ക് അവിടുത്തെ പാസ്പോർട്ട്, ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് പാസ്പോർട്ട് കൊടുക്കാനുള്ള. തലാലിനെ കൊല്ലുന്നതിനു മുമ്പ് രക്ഷപ്പെടാനുള്ള സകല വഴികളും ആലോചിച്ച് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം എന്ന് ആദ്യം ഷെഡ്യൂൾ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവളിതൊക്കെ ചെയ്തത്. ഒരു ഉത്തരവ് പലപ്പോഴും കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട്. അങ്ങനെ പോകാം എന്നുള്ളത് ഉദ്ദേശിച്ചായിരിക്കാം നിമിഷപ്രിയ അഭയാർത്ഥിക്കാൻ പോയത്. അപ്പോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു. കാരണം നിമിഷപ്രിയ ഒളിച്ചു പോയിട്ടുണ്ടല്ലോ. ഒളിച്ചു പോയെന്ന് പറയുന്നത് വലിയൊരു സാഹചര്യമാണ്. നിമിഷപ്രിയക്കെതിരെയുള്ള വലിയൊരു സാഹചര്യത്തിലൂടെയാണ്. പോയി ഹനാൻ അറസ്റ്റിലായി, കസ്റ്റഡിയിലായി. അപ്പോ ഇത് വന്നു കഴിഞ്ഞപ്പോ വേറെ നിമിഷപ്രിയ അന്വേഷിക്കുന്നു, കിട്ടുന്നില്ല. അവസാനം ഈ അഭയാർത്ഥി ക്യാമ്പിലെ ആളുകളുടെ ഫോട്ടോ എടുത്തത് അവിടെ ഏതോ ഒരു പ്രസിദ്ധീകരണത്തിൽ ഫോട്ടോ വന്നപ്പോൾ ബൂർക്കയിട്ടേക്കാണ് അറിയാവുന്നത്. പക്ഷെ കണ്ണ് 2 വലിയ കാണാം. അപ്പൊ ഇവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവിടൊക്കെ അത്രത്തോളം അങ്ങനെയുള്ള രാജ്യമാണെങ്കിൽ പോലും ഈ ഐപ്രിന്റ് എന്ന് പറയുന്നത് എല്ലാവരും സൂക്ഷിക്കാം. ഐപ്രിന്റ് സൂക്ഷിക്കും ഓരോ ആളുകളുടെയും നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഈ ഐപ്രിന്റ് വെരിഫൈ ചെയ്യണമല്ലോ, കമ്പ്യൂട്ടറിൽ അത് വെരിഫൈ ചെയ്യണം. നോക്കുമ്പോൾ ഇങ്ങനെ ബൂർക്കയിട്ട ഒരു സ്ത്രീയുടെ ഈ കണ്ണുള്ള ഐപ്രിന്റ് അത് അങ്ങോട്ട് കിട്ടി. അത് അവര് മാഗ്നിഫൈ ചെയ്തെടുത്ത് നോക്കി, അത് ഡെവലപ്പ് ചെയ്തെടുത്ത് നോക്കിയപ്പോ ഈ ഐപ്രിന്റുകളുമായിട്ട് എല്ലാം അത് തട്ടിച്ച് നോക്കി കമ്പയർ ചെയ്തപ്പോ നിമിഷപ്രിയയുടെ ഐപ്രിന്റുകളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞാണ് ഈ നിമിഷപ്രിയ ഏതാണ്ട് 33 ദിവസത്തോളമായി ഈ സംഭവത്തിന് ശേഷം അറസ്റ്റ് ചെയ്തത്. ഇതാണ് ഈ കേസിന്റെ നാൾ വഴി എനിക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഇനിയിപ്പോ നമുക്ക് എല്ലാവരും പറയും അങ്ങനെ ഇത് കടുകയ്യ ചെയ്തല്ലേ, അത് ശരിയാണ്, കുറ്റം ചെയ്തത് തന്നെയാണ്. പക്ഷെ അവിടുത്തെ നിയമം അനുസരിച്ച് അത് കൊലപാതകം തന്നെയാണ്. അതിന് അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നു. അതേപോലെ മറ്റേ നേഴ്സിന് അവർക്ക് ജീവപര്യന്തം തടവ് കൊടുക്കുന്നു. ഇതാണ് സംഭവം. ഇനി നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് മണി സ്വീകരിക്കണം. അപ്പൊ എന്റെ ഈ പരിചയക്കാരൻ തന്നെ വീണ്ടും പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സാറേ, ഈ ഹൂതികളുണ്ടല്ലോ, ഇവര് ഹൂതി വർഗത്തിൽപ്പെടുന്നതാണ്. ഈ ഹൂതി വിഭാഗത്തിലാണ്. അവര് ഒരിക്കലും ബ്ലഡ് മണി സ്വീകരിക്കത്തില്ല. അയാൾ പറഞ്ഞ കാര്യമാണ്. അവർ ബ്ലഡ് മണി സ്വീകരിക്കത്തില്ല. ഇപ്പൊ അത് വെളിയിൽ വരുന്നു. കാരണം ഈ തലാലിന്റെ സഹോദരൻ ഉണ്ടല്ലോ, അയാൾ പറയുന്നത് രക്തബന്ധം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല. ആ കുടുംബക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ പ്രേരിപ്പിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സൂഫി വര്യനും അതുപോലെ തന്നെ നമ്മുടെ കാന്തപുരം ഉസ്താദും ഒക്കെ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ച് ഇവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയായിട്ട്
ഇവരെ അറിയാവുന്നവർ പറയുന്നില്ല. യമനിലൊക്കെ അവസാനം വരെ, യമനിലെ ഒരാളെ വധശിക്ഷ നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവസാന നിമിഷം വരെ ഉണ്ടല്ലോ ഈ വാഗ്വാദങ്ങൾ നടക്കും. വാഗ്വാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫർ ചെയ്യുക, അവര് വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ നടക്കും. യമനി സിറ്റിസൺ, യമനി പൗരൻ മരിച്ചുവോ കൊല്ലപ്പെട്ട കേസാണ്. അതിനകത്ത് മിക്കവാറും അവര് ഇത് വാങ്ങാൻ തയ്യാറാവുന്നില്ല. വാങ്ങാൻ തയ്യാറായി അവര് മാപ്പ് കൊടുത്തില്ലെങ്കിൽ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയാകും. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇനി ഈ മാപ്പ്, അവരെ വധശിക്ഷയ്ക്ക് വിധേയയാക്കിയേ പറ്റൂ എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എന്റെ നിർബന്ധം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ എന്റെ ആംഗിളിൽ ചിന്തിച്ച് പറയാണ്, അവർക്ക് ശിക്ഷ കിട്ടണം. അവര് നിരപരാധിയല്ല. അവരെ ഇരയാക്കി തലാൽ അബ്ദുൽ മഹദിയെ വേട്ടക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആ രീതിയെയാണ് ഞാൻ എതിർക്കുന്നത്. എന്നിട്ട് ചിലര് പറയുന്നു, യമനിലെ ഒരു നേഴ്സ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്, അദ്ദേഹം പറയുന്നു അത് പിന്നെ യമനുകാര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, പ്രാകൃത ചിന്താഗതിക്കാരാണ്, ചെറിയ കുട്ടികൾ വരെ തോക്ക് വെച്ചിട്ട് നടക്കുന്നവരാണ്. ഇതൊന്നും നിമിഷപ്രിയ ചെയ്തതിന് ന്യായീകരണമല്ല. ആ രാജ്യത്തെ കുറിച്ച് അറിയാമല്ലോ, ആ രാജ്യത്തിന്റെ നിയമത്തെ കുറിച്ച് അറിയാമല്ലോ. അത് അറിഞ്ഞു തന്നെയല്ലേ അവിടെ പോയത്. ആ വിഭാഗത്തിൽപ്പെട്ടവനാണ്, ആ രാജ്യക്കാരനാണ്, ആ രാജ്യത്തിന്റെ പൗരനാണ് തലാൽ അബ്ദുൽ മഹദി എന്ന് അറിയാമല്ലോ. അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഒരു ക്ലിനിക്ക് ഇടാൻ തയ്യാറായത്. അപ്പൊ ഇതൊന്നും ഇതിന്റെ ന്യായീകരണം അല്ല. ഇതൊന്നും നിമിഷപ്രിയയെ നിരപരാധിയാക്കി മാറ്റാനുള്ള ന്യായീകരണങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മലപ്പുറം ഒരു പ്രത്യേക ശരീഅത്ത് നിയമപ്രകാരമുള്ള ഒരു രാജ്യമാണ് എന്നാണ് മലപ്പുറത്തെ ചില മലരുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മലപ്പുറത്ത് ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള ശരീഅത്ത് നിയമം വേണം എന്നവർ നിർബന്ധം പിടിക്കുന്നു. മലപ്പുറത്ത് പിടിക്കപ്പെടുന്ന അധികം കേസുകളും മുസ്ലിങ്ങളാണ് പ്രതികൾ. ലവ് ജിഹാദ് ആണെങ്കിലും, നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിലും, കള്ളക്കടത്താണെങ്കിലും, കള്ളപ്പണമാണെങ്കിലും, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി ആണെങ്കിലും, തട്ടിപ്പും വെട്ടിപ്പും ഭീഷണികളും കൊലപാതകങ്ങളും ബലാത്സംഗം എല്ലാം ഞമ്മന്റെ ആളായതുകൊണ്ട് ജലീലിക്ക ഒരു കാര്യം തീരുമാനിച്ചു. പാണക്കാട് അങ്ങുന്നേ ഒരു വിധി ഇങ്ങോട്ട് തരിക. അപ്പോ പാണക്കാട് മൈൻഡ് പോലും ചെയ്തില്ല. സ്വർണക്കടത്ത് മുസ്ലിങ്ങൾ മുൻപന്തിയിൽ, മലപ്പുറത്താണ് ഏറ്റവും 1-ാം സ്ഥാനം. ഹവാല പണമിടപാട് മലപ്പുറം 1-ാം സ്ഥാനം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മലപ്പുറം 1-ാം സ്ഥാനം. അതിൽ മുസ്ലിം സമുദായത്തിനാണ് 1-ാം സ്ഥാനം. മത തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ 1-ാം സ്ഥാനം മലപ്പുറത്ത്. അതിൽ മുസ്ലിം ലീഗിനാണ് 1-ാം സ്ഥാനം. ഇവരുടെ പ്രവർത്തനം കാരണം മലപ്പുറം ജില്ല അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. KT ജലീലിന്റെ നിഗമനങ്ങളാണ്. ഇത് ചെയ്യുന്ന മുസ്ലിം സമുദായ അംഗങ്ങളെ അതിൽ നിന്ന് തടയാൻ പാണക്കാട് തങ്ങൾക്ക് കഴിയും. കാരണം അദ്ദേഹം മതനേതാവാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മൂത്താപ്പയാണ്, അട്ടിപ്പേറവകാശം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ്. മുസ്ലിങ്ങളുടെ ആധിപത്യം KT ജലീല് പാണക്കാട് തങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ മത ആധിപത്യം ഉപയോഗിച്ച് ഒരു മതവിധി ഒന്ന് പുറപ്പെടുവിക്കണം. ഇതാണ് KT ജലീലിന്റെ ആവശ്യം. പാണക്കാട് തങ്ങൾ ഇതൊന്നും തടയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മുസ്ലിം യുവാക്കൾ ഒരുപാട് പേര് വരുമാനം കണ്ടെത്തുന്ന മേഖലയ്ക്ക് തുരങ്കം വയ്ക്കാനാ KT ജലീല് പറഞ്ഞിരിക്കുന്നത്. ജലീലിന്റെ ഈ അഭിപ്രായം ഇതര മതവിഭാഗത്തിൽ വലിയ രൂപത്തിൽ ആശങ്ക ഉയർന്നു. മലപ്പുറത്ത് 70% ആളുകൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഭരണഘടനയേക്കാൾ പ്രാമുഖ്യം മത നിയമങ്ങൾക്കും മത അധികാരികൾക്കും നൽകുന്നു. KT ജലീലിന്റെ ഈ ഒറ്റ പ്രസ്താവന പോലെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമ്മളും തിന്നുന്നത് ചോറ് തന്നെയല്ലേ. അപ്പോ മതവിധിക്കു വേണ്ടി നല്ല കഷ്ടപ്പെട്ടു, കിട്ടിയില്ല. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയാണ് ഇതര മതവിഭാഗങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം ശരീഅത്ത് നിയമമാണ്. ഇന്ത്യൻ ഭരണഘടനയും അതിലെ ശിക്ഷാ നിയമങ്ങളും കുറ്റകൃത്യകരമായിട്ടുള്ള കാര്യങ്ങളും തടയാൻ മതവിധി വേണം എന്നാണ് KT ജലീലിന്റെ ആവശ്യം. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ രാഷ്ട്ര നിയമത്തെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മത നിയമങ്ങൾക്ക് ലഭിക്കുന്നു.
അപ്രമാദിത്വം ലഭിക്കുന്നു. ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അധികം താമസിയാതെ കൊമേനിയുടെ ഇറാനായി മലപ്പുറം മാറും. എന്താ സംശയം? കൊമേനിയുടെ മതവിധി പോലെ മലപ്പുറം ആയി മാറും. നമ്മുടെ ദി സാത്താനിക് വേഴ്സസ് എഴുതിയ സൽമാൻ റുഷ്ദി കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ സൽമാൻ റുഷ്ദിയുടെ തലയ്ക്ക് ഒരു പൈസ പ്രഖ്യാപിച്ചു, ഒരു ഇനാം. അതിനുവേണ്ടി ആ മതവിധി പുറപ്പെടുവിച്ച് ഏതാണ്ട് ഒരു 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു 22-കാരനാണ് കമാൽ പാഷയെ 2 വർഷം മുമ്പ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തും പോയി, കണ്ണും പോയി, കഴുത്തിന്റെ ഒരു ഭാഗം മൊത്തം പോയി, സംസാരശേഷി വരെ നഷ്ടപ്പെട്ടു. അതുപോലെയുള്ള മതവിധി മലപ്പുറത്ത് വരും. ഈ കൊമേനിമാരുടെ മതവിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ മലപ്പുറത്തെ ജനങ്ങൾ ആദ്യം, പിന്നീട് അത് തിരുവിതാംകൂറിലേക്കും മധ്യ തിരുവിതാംകൂറിലേക്കും ഒക്കെ അങ്ങോട്ട് മാറിക്കോളും. ഈ കേരളത്തിലുള്ള അന്യമതസ്ഥർ നിർബന്ധിതരാകും. അതുകൊണ്ട് പാണക്കാട് തങ്ങൾ നൽകുന്ന മതവിധി വലിയ രൂപത്തിൽ വിവാദമാകുമെന്ന് ആരെക്കാളുമേറെ പാണക്കാട് തങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത്. ഇവിടെ ഇടതു വലത് സർക്കാരുകൾ അതിന്റെ അണികൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. മലപ്പുറത്ത് മഞ്ചേരിയില് ഡിവൈഎഫ്ഐയും SFIയും നമ്മുടെ UDFും യൂത്ത് കോൺഗ്രസും ഒന്നുമില്ലായിരുന്നോ? തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ 24 ഏക്കർ ഭൂമിയിലാണ് അവർ ആയുധ പരിശീലനം നടത്തിയത്. തടഞ്ഞു ഇവരാരെങ്കിലും? മലപ്പുറത്തു മഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ അമുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തിയിട്ട് മഞ്ചേരിയിലെ സത്യസരണിയിലെത്തിച്ച് മതപരിവർത്തനം നടത്തിയത് തടയാൻ കഴിഞ്ഞോ? എവിടെ പോയിരുന്നു യൂത്ത് കോൺഗ്രസും നമ്മുടെ DYFIക്കാരും ഒക്കെ? എവിടെ പോയിരുന്നു? വിവരമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം പകൽ ഇവർ സഖാക്കളാണെന്ന് മനസ്സിലാക്കുക, രാത്രി ഇവര് കമ്മികളല്ല, സുടുക്കളാണ്. അതാണ് NIA ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ രൂപത്തിൽ അവസരോചിതമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് കേരളം ഒരു വൻ പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ടത്. അല്ലെന്നൊന്ന് പറ നിങ്ങൾ, ഞാൻ തെളിവ് തരാം. 24 ഏക്കർ ഭൂമിയിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കൊടും ഭീകരർ വരുന്നു ആയുധ പരിശീലനം നൽകാനും നേടാനും. എങ്ങനെ ഇരിക്കുന്നു കേരളം? ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സമീപകാല സാഹചര്യങ്ങൾ. ഇവിടെ ഇടതനും വലതനും SDPIക്കോ പോപ്പുലർ ഫ്രണ്ടിനോ എതിരെ ഒന്നും ചെയ്യില്ല. ഒന്നും. അവരെയും കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ, കുറച്ച് മലദ്വാർ ഗോൾഡ് ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കോട്ടെ, കുറച്ച് ആയുധ പരിശീലനം, കുറച്ച് ഭീകരവാദ പ്രവർത്തനം, കുറച്ച് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ശരി, അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു മനസമാധാനം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പിന്നെ നിങ്ങൾ എന്തിനാ എതിര് നിൽക്കുന്നേ? അതുകൊണ്ടാണ് നമുക്ക് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കാതെ വയ്യ ഈ വിഷയത്തിൽ എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. കാരണം ഇവരാരെങ്കിലുമായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് മതപരമായ വിധികൾ പുറപ്പെടുവിക്കും. ഇന്ന ആളുകൾ വധിക്കപ്പെടണം. എന്താ കാരണം? അവർ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു, അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നു. അതുകൊണ്ട് അവരുടെ തലകൾ തുരുതുരെ വീഴട്ടെ എന്ന് തീരുമാനിച്ചാൽ അരുത് എന്ന് പറയാൻ സാധിക്കാത്ത വിധം അവർ വളർന്നു കഴിഞ്ഞു.
അവർ എത്രമേൽ വളർന്നു എന്നറിയാമോ? അതാണ്. അവർക്ക് ഈ മതം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് വളരെ നന്നായിട്ട് അറിയാം, വളരെ നന്നായിട്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കറണ്ട് പോയിരിക്കുവാണ്, നമ്മള് ഇൻവെർട്ടറിലാണ്. അപ്പോ അത് ഒരുപാട് സമയം നിക്കത്തില്ല. നിങ്ങൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയണമെന്നുണ്ട്. ഇപ്പോ എനിക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം കൂക്കു കേൾക്കുക, ഇൻവെർട്ടർ ചാർജ് കുറവാണ്, ഒരുപാട് ക്യാമറകൾ ഉണ്ട്, അപ്പൊ അതിനൊക്കെ കറണ്ട് ഒരുപാട് എടുക്കും. അപ്പോ നമുക്ക് എന്തായിരുന്നാലും ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ നാളെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഗുഡ് നൈറ്റ്. എനിക്ക് പോണം നിർബന്ധമായിട്ട്. കറണ്ട് ഒന്ന് വന്നെങ്കിൽ സാരമില്ലായിരുന്നു കേട്ടോ. കറണ്ട് വരുമോ നോക്കട്ടെ കേട്ടാ. കറണ്ട് വന്നാൽ നമുക്ക് പിന്നെ വീണ്ടും കാണാം. നന്ദി. ഗുഡ് നൈറ്റ് അനില, ഗുഡ് നൈറ്റ്.